ഭൂമിയിലെ ചില പർവ്വത നിരകൾക്ക് താഴെ അന്യഗ്രഹ ജീവികളുടെ രഹസ്യ താവളങ്ങളുണ്ട്. ഇവയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ മനുഷ്യർ നിഗൂഢമായി അപ്രത്യക്ഷരാകും. ഇത്തരത്തിലുള്ള താവളങ്ങൾ താൻ തിരിച്ചറിഞ്ഞതായി മുൻ US ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ ലിൻ ബുക്കാനൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. റിമോട്ട് വ്യൂവിംഗ് എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇവ കണ്ടെത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പർവ്വതങ്ങളുടെ അടിത്തട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകത്തെ അമ്പരപ്പിച്ച ഈ വെളിപ്പെടുത്തലിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA സൈക്കിക് എബിലിറ്റീസിലൂടെ ശത്രുക്കളുടെ രഹസ്യങ്ങൾ ചോർത്താൻ രൂപം നൽകിയ സ്പെഷ്യൽ പ്രോഗ്രാമിലെ പ്രധാനിയായിരുന്നു ലിൻ ബുക്കാനൻ. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ സൈനിക നീക്കങ്ങളും രഹസ്യ താവളങ്ങളും കണ്ടെത്താൻ അമേരിക്ക വികസിപ്പിച്ചെടുത്ത വിവാദ പദ്ധതിയായിരുന്നു ഇത്. കൺമുന്നിലില്ലാത്ത ലോകത്തിന്റെ ഏത് കോണിലുള്ള ദൃശ്യങ്ങളും വസ്തുക്കളും മനസ്സിന്റെ ഏകാഗ്രതയിലൂടെ കൃത്യമായി വരച്ചു കാട്ടുന്ന റിമോട്ട് വ്യൂവറായാണ് ബുക്കാനൻ പ്രവർത്തിച്ചിരുന്നത്. അമേരിക്കൻ ആൽക്കമി എന്ന പോഡ്കാസ്റ്റിലാണ് ബുക്കാനൻ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. അലാസ്കയിലെ മൗണ്ട് ഹേസ്, ഓസ്ട്രേലിയയിലെ മൗണ്ട് സീൽ, സിംബാബ്വേയിലെ മൗണ്ട് ന്യാൻഗാനി, സ്പെയിനിനും ഫ്രാൻസിനുമിടയിലുള്ള പിരണീസ് പർവ്വതനിരകൾ എന്നിവിടങ്ങളിലാണ് അന്യഗ്രഹ ജീവികളുടെ 4 ഭൂഗർഭ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് ബുക്കാനൻ പറയുന്നു. ഈ താവളങ്ങളിൽ ചിലത് UFOകളുടെ പ്രവേശന കവാടങ്ങളായും മറ്റു ചിലത് സാങ്കേതിക റിപ്പയറിംഗ് സെന്ററുകളായും പ്രവർത്തിക്കുന്നുവെന്നാണ് ആരോപണം. 1973 പാറ്റ് പ്രൈസ് എന്ന റിമോട്ട് വ്യൂവറാണ് ഈ സ്ഥലങ്ങൾ ആദ്യമായി തിരിച്ചറിഞ്ഞതെന്നും ബുക്കാനൻ പറഞ്ഞു. താൻ അവരെ റിമോട്ട് വ്യൂവിംഗിലൂടെ നിരീക്ഷിക്കുമ്പോൾ അന്യഗ്രഹ ജീവികൾക്ക് അവരെ നോക്കുന്നുണ്ടെന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു എന്നും പറയുന്നുണ്ട് ബുക്കാനൻ. തന്റെ കരിയറിലെ ഏറ്റവും ഭീതിജനകമായ ഒരു അനുഭവവും ബുക്കാനൻ പങ്കുവെക്കുന്നുണ്ട്. ഈ രഹസ്യ താവളങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ മുതിരുന്നവർക്ക് നേരെയുണ്ടാകുന്ന ഭീഷണിയാണത്. ഇഫ് യു സീ ടു മച്ച് യു ഡിസപ്പിയർ. നിങ്ങൾ ആവശ്യത്തിലധികം കണ്ടാൽ നിങ്ങൾ അപ്രത്യക്ഷമാകും എന്ന മുന്നറിയിപ്പ് അന്യഗ്രഹ ജീവികളുടെ ഭാഗത്തു നിന്നും അവരെ നിയന്ത്രിക്കുന്ന അദൃശ്യ ശക്തികളിൽ നിന്നും ഉണ്ടാകാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ താവളങ്ങളുടെ ആഴങ്ങളിലേക്ക് മനക്കണ്ണോടിക്കാൻ ശ്രമിച്ച പല റിമോട്ട് വ്യൂവർമാരും പിന്നീട് കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലേക്കും ഭ്രാന്തമായ ചിന്തകളിലേക്കും വഴുതി വീണിട്ടുണ്ട്. മനുഷ്യരുടെ ചിന്തകളെ നിയന്ത്രിക്കാനും മൈൻഡ് കൺട്രോൾ ചെയ്യാനും പോന്ന സാങ്കേതിക വിദ്യകൾ ഈ പർവ്വതങ്ങൾക്കുള്ളിലെ ജീവികൾക്കുണ്ടെന്നാണ് കോൺസ്പിറസി സിദ്ധാന്തങ്ങൾ വിശ്വസിക്കുന്നവർ പറയുന്നത്. ബുക്കാനന്റെ അവകാശവാദങ്ങൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയായി തോന്നാമെങ്കിലും അമേരിക്കൻ ഇന്റലിജൻസ് അതീന്ദ്രിയ ശക്തികളെക്കുറിച്ച് ഔദ്യോഗികമായി പഠനങ്ങൾ നടത്തിയിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ശീതയുദ്ധകാലത്ത് CIA നടപ്പിലാക്കിയ പ്രോജക്റ്റാണ് സ്റ്റാർഗേറ്റ് പ്രോജക്റ്റ്. ടെലിപ്പതി, റിമോട്ട് വ്യൂവിംഗ് എന്നിവയിലൂടെ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഒരാൾക്ക് ഒരു സ്ഥലത്ത് നേരിട്ട് പോകാതെ അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാനാകുമോ എന്നതായിരുന്നു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ദശലക്ഷക്കണക്കിന് ഡോളറാണ് US സർക്കാർ ചെലവഴിച്ചത്. എന്നാൽ പതിറ്റാണ്ടുകൾ നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക വിധം കൃത്യമായ വിവരങ്ങൾ അതീന്ദ്രിയ ശക്തികളിലൂടെ ലഭിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 1995 ഈ പ്രോജക്റ്റ് CIA ഔദ്യോഗികമായി നിർത്തലാക്കി. CIA, UFO, അന്യഗ്രഹ ജീവികൾ ഇവയെല്ലാം ഒത്തുചേരുമ്പോൾ എക്കാലത്തും ജനങ്ങളിൽ വലിയ ആകാംക്ഷയാണ് ഉണ്ടാക്കുന്നത്. സർക്കാരുകൾ തങ്ങളിൽ നിന്ന് എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്ന ചിന്തയാണ് പിന്നിൽ. പ്രത്യേകിച്ച് സമീപകാലത്ത് പെന്റഗൺ പുറത്തുവിട്ട ചില UFO ഫയലുകൾ ജനങ്ങൾക്കിടയിലെ കോൺസ്പിറസി സിദ്ധാന്തങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകിയിട്ടുണ്ട്. ഏതായാലും പർവ്വതങ്ങൾക്കുള്ളിലെ അന്യഗ്രഹ താവളങ്ങളെക്കുറിച്ചുള്ള കഥകൾക്ക് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല. എങ്കിലും പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള മനുഷ്യന്റെ കൗതുകം തുടരുന്നിടത്തോളം കാലം ഇത്തരം നിഗൂഢ കഥകൾ ഭൂമിയിൽ ചർച്ചയായിക്കൊണ്ടേയിരിക്കും.